ഇന്ന് നമുക്ക് ഒരു പെയിൻറ്റിങ് ചെയ്യാം. നമ്മളെന്നും ക്രാഫ്റ്റല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമുക്കിന്നൊരു പെയിൻ്റൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് പെയിൻറ്റിങ്ങിനോടാണ് കേട്ടോ താല്പര്യം കൂടുതൽ. എനിക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ചെയ്യാൻ പെയിൻറ്റിങ്ങാണ് ഇഷ്ടം, ക്രാഫ്റ്റും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ്ങിന് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഇപ്പം അങ്ങനെ ആളുകളില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ക്രാഫ്റ്റൊക്കെ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പെയിൻറ്റിങ്ങാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലവർ ചെയ്യുക. ഫ്ലവർ എന്താ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വരച്ചു കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ വീട് ഇങ്ങനെ 2 പ്രാവശ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിയായില്ലെങ്കിൽ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അത് ശരിയായിക്കോളും. അപ്പോൾ ആരും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കരുത് കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ ആരും കഴിവും കൊണ്ടല്ലല്ലോ ജനിച്ചു വന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോഴല്ലേ പഠിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ നടുക്ക് സ്പ്രെഡ് ചെയ്യുന്ന പോലെ നമ്മൾ ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. നടുക്ക് വീണ്ടും ബ്ലൂ വെച്ച് തന്നെ കുത്തും കൂടെ ചെയ്തേക്കണം. എന്നിട്ട് നമ്മുടെ തണ്ടിന് വേണ്ടി ഞാൻ ഡാർക്ക് ഗ്രീനാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കളർ ഉണ്ടാക്കി. എന്നിട്ട് ആ കളറാണ് നമ്മളെ തണ്ടിനൊക്കെ കൊടുത്തേക്കുന്നത്. ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലവറായിട്ട് ജോയിൻ്റ് ചെയ്ത് പോയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാണുമ്പോൾ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ലീഫും കൂടെ വരച്ചു കൊടുത്താൽ മതി. ലീഫും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫ്ലവറിന് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ്. മേളിലോട്ട് ഒന്ന് കൂർപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. താഴോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നമ്മുടെ ഈ ലീഫിന് നമ്മുടെ തണ്ടുണ്ടല്ലോ, അതിങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനെ ആദ്യം ചെയ്ത അത് ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത്ര മതിയെങ്കിൽ, അല്ലെങ്കിൽ താഴോട്ട് വേണം ഒരു മരം പോലെ ഇങ്ങനെ താഴോട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതാണ് ഭംഗി, ഏതാണ് ഇഷ്ടം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ആരും പറ്റില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കലും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളിങ്ങനെ ചെയ്തല്ലേ പഠിക്കുന്നേ. അപ്പോൾ ഞാനും ഇങ്ങനെ ചെയ്ത് തന്നെയാണ് പഠിച്ചത്. പണ്ടേ ഞാനിങ്ങനെ വരച്ച് തന്നെയാണ്, അല്ലാതെ ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയൊന്നും വരയ്ക്കുന്ന ആളൊന്നും അല്ല. ഇപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണ്, നമ്മൾ പഠിച്ചല്ല വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, എൻ്റെ വീഡിയോയും കൂടെ കാണുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ആഗ്രഹങ്ങളെന്ന് വെച്ചാൽ ഡ്രോയിങ്സോ അങ്ങനെ വല്ല ഇതുണ്ടെങ്കിൽ അത് പറയുക. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോകളെല്ലാവരും കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ.